9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വൃക്കയിൽ കല്ലുകൾ, കാഴ്ച പ്രശ്നം, ഫ്ലൂയിഡിന്റെ പ്രശ്നം, ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടൽ തുടങ്ങി 9 മാസത്തെ ബഹിരാകാശവാസം ഇരുവർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനോടകം സമ്മാനിച്ചിട്ടുണ്ട്. വെറും ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി പോയവർ ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം മാസങ്ങളോളം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസം ബഹിരാകാശത്ത് കഴിഞ്ഞത് എങ്ങനെയാണെന്നും എന്താണവർ കഴിച്ചതെന്നുമൊക്കെയുള്ള ആശങ്ക ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ടാകും. ഭൂമിയിൽ നിന്ന് 254 മൈലുകൾ അകലെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇത്രയും കാലം അവർ താമസിച്ചിരുന്നത്. ഈ ബഹിരാകാശ നിലയത്തിന് 25 വർഷത്തോളം പഴക്കമുണ്ട്. ശാസ്ത്രീയ സഹകരണത്തിനുള്ള പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പത്തിലുള്ള ഗവേഷണ ലാബ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് US-ഉം റഷ്യയുമാണ്. നാസയിൽ ചേരുന്നതിന് മുൻപ് സുനിതയും വിൽമോറും നേവി ടെസ്റ്റ് പൈലറ്റുമാരായിരുന്നു. ഹൈസ്കൂൾ കോളേജ് കാലങ്ങളിലെ ഫുട്ബോൾ താരമാണ് 62-കാരനായ വിൽമോർ. 59-കാരിയായ സുനിതയാകട്ടെ നീന്തൽ മത്സരങ്ങളിൽ പലതവണ വിജയിച്ചിട്ടുമുണ്ട്. നല്ലൊരു അത്ലറ്റുമായിരുന്നു സുനിത. ബഹിരാകാശത്ത് കഴിയുമ്പോൾ നിലയത്തിലെ ഇന്റർനെറ്റ് കോൾ സംവിധാനം ഉപയോഗിച്ച് സുനിത ഭർത്താവുമായും അമ്മയുമായും ബന്ധുക്കളുമായും ബന്ധം പുലർത്തിയിരുന്നു. മാസങ്ങളോളം ബഹിരാകാശത്ത് താമസിച്ചാൽ ഒരുപാട് ശാരീരിക വെല്ലുവിളികൾ നേരിടേണ്ടി വരും. മസിലുകൾക്കും എല്ലുകൾക്കും തേയ്മാനം സംഭവിക്കും. ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി ഇണങ്ങിച്ചേരാനും പ്രയാസമുണ്ടാകും. ബഹിരാകാശത്ത് കഴിയുമ്പോൾ പിസയും പൊരിച്ച കോഴിയിറച്ചിയുമാണ് ഇരുവരും കഴിച്ചിരുന്നത്. ഇടയ്ക്കിടെ ചെമ്മീൻ കോക്ടെയും കഴിക്കും. ഇവയാണ് സാധാരണ ബഹിരാകാശ നിലയത്തിൽ ശാസ്ത്രജ്ഞർക്ക് ഭക്ഷണമായി നൽകുക. ഇടയ്ക്ക് ടൂണ മത്സ്യവും കിട്ടും. നാസയിലെ മെഡിക്കൽ സംഘം ഇടയ്ക്കിടെ ഇവരുടെ ശരീരഭാരവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയും പരിശോധിക്കുകയും ചെയ്യും. സുനിത വില്യംസ് നിലയത്തിലിരുന്ന് മീൽസ് കഴിക്കുന്ന ദൃശ്യങ്ങൾ സെപ്റ്റംബർ 9 നാസ പുറത്തുവിട്ടിരുന്നു. ബഹിരാകാശ നിലയത്തിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ലഭിക്കും. എന്നാൽ 3 മാസത്തേക്ക് മാത്രമേ അത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 മാസം കഴിയുമ്പോഴേക്കും അതെല്ലാം തണുത്ത് മരവിച്ച് കട്ടിയായി പോകും. മാംസവും മുട്ടയുമെല്ലാം ഭൂമിയിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. പിന്നീടത് ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി കഴിക്കും. സൂപ്പും സ്റ്റ്യൂവും വെള്ളവും നിലയത്തിൽ ലഭ്യമായിരിക്കും. ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ മൂത്രവും വിയർപ്പും റീസൈക്കിൾ ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റി വീണ്ടും ഉപയോഗിക്കും. ISS ഒരു ദിവസം ബഹിരാകാശ സഞ്ചാരിക്കായി കരുതി വെക്കുന്നത് 3.8 പൗണ്ട് ഭക്ഷണ സാധനങ്ങളാണ്. അതുകൂടാതെ സപ്ലിമെന്റുകളും നൽകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. പുത്തൻ കളക്ഷൻസിനൊപ്പം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു. ആസാദ് സിൽക്സ്, PSM ആർക്കേഡ്, പാൻ ബസാർ, തിരൂർ.